സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് അലി ഖൊമേനിക്ക് ജന്മദേശം, അതായത് വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ അദ്ദേഹത്തിൻ്റെ കബറടക്കം നടത്തി. മഷ്ഹദിലാണ് ആ കബറടക്കം നടത്തിയത്. സാർ, ഈ പറയുന്ന രീതിയിൽ ഈ കബറടക്കം നടക്കുമ്പോൾ അവരുടെ ഒരു പരമോന്നത നേതാവ്, ഇതിനു മുമ്പ് ഒരു പരമോന്നത നേതാവിന് കിട്ടിയ ആദരവിനേക്കാൾ വളരെ വലിയൊരു ആദരവാണ് ഈ പറയുന്ന രീതിയിൽ ഖൊമേനിക്ക് കിട്ടിയത്. സർ, ഇറാൻ മാറുകയാണോ? തീർച്ചയായിട്ടും മാറുക തന്നെയല്ല, ഒരു തീവ്ര ദേശസ്നേഹത്തിൻ്റെതായ അതിതീവ്രമായൊരു ദേശസ്നേഹത്തിന്റെ സൂചനയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ആ ഖബർസ്ഥാനിലെ ഖബറടക്കം നടക്കുന്ന സമയത്ത് എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഖബറ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര പോകുന്ന സമയത്ത് ആ വിലാപ വാഹനത്തിലൊക്കെ തൊട്ടുനിന്ന് വന്നിക്കുന്നതിനായിട്ട് കാത്തു നിന്ന് നോക്കുക. നമ്മളൊക്കെ ഇവിടെ സാധാരണ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേരളത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങനെ ദിവസങ്ങളായിട്ട് നിൽക്കുകയാണ്. എത്ര 4-5 ദിവസത്തെ ചടങ്ങുകളാണ് നടന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ പങ്കെടുത്തവരുടെ എണ്ണം ഏതാണ്ട് കോടികൾ എത്തുമെന്നാണ്. അപ്പൊ കോടികൾ എത്തുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന. അങ്ങനെയാണ്, കോടിക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ രാജ്യം ഒരുമിച്ചു. അതായത് 2026 ജനുവരിയിൽ എന്തായിരുന്നു രാജ്യത്തിന്റെ അവസ്ഥ, അതിന്റെ നേരെ തിരിഞ്ഞ റിവേഴ്സ് ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. 26 ജനുവരിയിലൊക്കെ സാമ്പത്തിക അസ്ഥിരത കൊണ്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടും ഭരണാധികാരികളുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ രാജ്യത്ത്. അപ്പൊ അവിടെ വലിയ പ്രശ്നങ്ങള്, ഇന്റേണലായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കില് രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇറാൻ സാക്ഷ്യം വഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ട്രംപും ഇസ്രായേലും കൂടെ എന്ത് ചെയ്തു? ഇസ്രായേലിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ട്രംപിനോട് പറഞ്ഞു കൊടുത്തു, പറ്റിയ അവസരമാണ്, നമുക്ക് ഇപ്പൊ ഇറാനി കേരളം അടിക്കാം, അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റിയ സന്ദർഭമാണ്, ഇറാൻ പിടിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നു ഫെബ്രുവരി കയറി ആക്രമിച്ചത്. പക്ഷെ ഇവിടെ പോയി നിൽക്കുന്ന കാര്യങ്ങളല്ലേ, ഇവിടെ പോയി നിന്ന് പിന്നെ കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോ ട്രംപും വിചാരിച്ച അങ്ങനെയാണ്, പണ്ട് ഇതിനെ വെനസ്വേലയെ പിടിച്ചതുപോലെ പെട്ടെന്ന് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയി. സൈനിക ശക്തി ഉണ്ടല്ലോ, സൈനിക ശക്തിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം അവർക്കുള്ളത് കൊണ്ട്, ഇസ്രായേലിന്റെ കൂട്ടുമുണ്ട്. അങ്ങനെയാണ് ആക്രമിച്ച് ഫസ്റ്റ് ഡേയിൽ തന്നെ ഖമേനിയെ ആദ്യത്തെ ദിവസം തന്നെ വധിക്കാനും പറ്റി. അദ്ദേഹത്തിന്റെ കൊട്ടാരം ചുട്ടുചാമ്പലാക്കി അദ്ദേഹത്തെ ആദ്യത്തെ ദിവസം തന്നെ കൊല്ലാനും പറ്റി. അത് മൊസാദിന്റെ ഓപ്പറേഷനാണ്. അവർക്ക് വളരെ വിദഗ്ധമാണ് അത്തരം കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു ഇറാനാണ്, ഇറാൻ ജനതയുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവിടുത്തെ സൈനിക ശേഷിയെ, അവരുടെ 1, 2, 3 കമാൻഡുകളെ വരെ വധിച്ചു, അല്ലെ? ഖമേനിക്ക് ശേഷം അവരുടെ സൈനിക 3 കമാൻഡുകളെ വരെ അമേരിക്കൻ സേനയും ഇസ്രായേലും കൂടെ വധിച്ചിട്ട് പോലും ഇന്നലെ വരെയും കൃത്യമായിട്ട് വീണ്ടും തിരിച്ചടിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഖമേനിയുടെ അടക്ക സമയത്ത് അമേരിക്ക അതിശക്തമായ ബോംബിങ്ങും മിസൈൽ ആക്രമണവുമാണ് ഇറാൻ നടത്തിയത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുന്ന പ്രദേശത്തിന് ചുറ്റും ബോംബിടുകയും മിസൈൽ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തു. അതായത് ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രംപ് ഭയപ്പെട്ടിട്ടുണ്ടാകും, ഈ ഖമേനിയുടെ അടക്കം നടക്കുന്ന സമയത്ത് ഇറാൻ ജനതയുടെ സെന്റിമെന്റ്സ് എന്താണ്, ആ സെന്റിമെന്റ് അനുസരിച്ചിട്ട് അവരുടെ IRGC അവരുടെ സൈനികര് അത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തുമോ എന്നൊക്കെ ഒരു ഭയം കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ അവരുടെ രക്തത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഓരോ ഇറാനിയും പറയുന്ന ഒരു കാര്യമാണല്ലോ, ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു അമേരിക്കക്കാരനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അന്നേരം കൊന്നിരിക്കും. പ്രത്യേകിച്ച് ട്രംപിന്റെ കാര്യം എടുത്തെടുത്ത് അവർ പറയുന്നുണ്ട്. ട്രംപിനെ എവിടെ കിട്ടിയാലും കൊല്ലണമെന്നാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്രയേറെ വൈരാഗ്യം അവരുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് കണ്ടില്ലേ? ഇപ്പൊ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ട്രംപിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് പറയുന്നത്. ട്രംപിനെ ഏത് സമയത്തും വധിച്ചേക്കാം, അതിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. അവർ ഏത് റൂട്ട് അതിന് ഉപയോഗിക്കുന്നുള്ളതിനെ കുറിച്ചൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഈ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ഒക്കത്തില്ല. കാരണം അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടന മൊസാദുമായിട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണത്. കൃത്യമാണ്.
അപ്പൊ അതിനകത്ത് നമുക്ക് അനുഭവങ്ങളുണ്ട്. മറ്റേ നമ്മുടെ രാജീവ് ഗാന്ധിയെ ശ്രീലങ്കൻ പ്രശ്നത്തിന് ശേഷം, ശ്രീലങ്കയിലെ ഇന്ത്യയുടെ ഇടപെടലിന് ശേഷം രാജീവ് ഗാന്ധി ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന് അന്നേ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൃത്യമാണ് കേട്ടോ, അത് മൊസാദിന്റെ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നുള്ളത്. പിന്നെ പറഞ്ഞില്ലയോ, സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു രാജ്യത്ത് അങ്ങനെ പേടിച്ച് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. അതാണ് ശ്രീപരമ്പത്തൂരി പിന്നെ നമ്മൾ കണ്ടത്, അദ്ദേഹത്തിനെ ശ്രീലങ്കൻ തമിഴര് പറയുന്ന തമിഴ് പുലികൾ തന്നെ കൊല്ലുകയായിരുന്നല്ലോ. പക്ഷെ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മൊസാദ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വിളിച്ചെത്ത് കൊണ്ടുവരികയും ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ട്രംപിന് നേരെ വന്നിരിക്കുന്ന ഭീഷണിയെ നമ്മൾ നിസ്സാരമായിട്ട് അങ്ങനെ കാണാനൊക്കത്തില്ല. ഇസ്രായേലാണ് മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറയുന്നു. വൈറ്റ് ഹൗസിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല, പക്ഷേ അനൗദ്യോഗികമായിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് ഏത് നിമിഷവും വധിക്കപ്പെടാം. അപ്പൊ അതിന്റെ ചില സിഗ്നലുകളും വന്നിട്ടുണ്ട്, ട്രംപിന്റെ ചില മറുപടികളൊക്കെ വന്നിട്ടില്ലേ. ട്രംപും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇറാനെ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ഇപ്പൊ ഖമേനിനെ കൊന്നു കഴിഞ്ഞു, പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ പങ്കെടുത്തില്ല, രണ്ടാമത്തെ ഭരണാധികാരിയായിട്ട് വരേണ്ട അദ്ദേഹത്തിന്റെ മകൻ അവിടെ പങ്കെടുത്തില്ല, കാരണം അമേരിക്കൻ ഭീഷണി ഉണ്ടായിരുന്നു. ട്രംപ് കഴിഞ്ഞ ദിവസം വേറൊരു പ്രസ്താവന നടത്തി കളഞ്ഞില്ലേ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടക്കുന്ന സമയത്ത് എനിക്ക് വേണേ ഒറ്റ വെടിക്ക് അവരെല്ലാം തീർത്ത് കളയാവുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ, ഇറാന്റെ പരമോന്നത നേതാക്കന്മാരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെ എല്ലാം ഒറ്റ വെടിക്കാൻ കൊന്നുകളയൊന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം ഭയങ്ങളും ആയിരിക്കാം, സ്വന്തം ജീവൻ തന്നെ കുഴപ്പത്തിലാവും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പൊ ട്രംപിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമാണ്. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു തിരിച്ചടി ഇന്നലത്തെ അവിടുത്തെ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഒരു 10-30 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമാണ്, അതും ട്രംപിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. അത് നമ്മള് അമേരിക്കയുടെ പിന്നെ പ്രസിഡന്റുമാരുടെ അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പഴയ മുഖ്യമന്ത്രി നായനാര് പറഞ്ഞതുപോലെ, അമേരിക്കയിൽ ഈ ബലാത്സംഗം എന്നൊക്കെ പറയുന്ന ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്നതാണെന്നാണല്ലോ അദ്ദേഹം തമാശ മട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ട്രംപ് 10-30 കൊല്ലം മുമ്പ് അവിടുത്തെ ഒരു സ്റ്റോറിൽ വെച്ചോ, പ്രൊഫഷണൽ സ്റ്റോറിൽ വെച്ചോ മറ്റോ ഒരു മാധ്യമ പ്രവർത്തകരെ കയറി പിടിച്ച് ബലാത്സംഗം ചെയ്തു. പീഡിപ്പിച്ചെന്നാണ് കേസ്. 10-30 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. അപ്പൊ ട്രംപിനപ്പൊ ഒരു 10-50 വയസ്സുള്ള സമയത്തായിരിക്കും, ഇപ്പൊ 80 കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ പറഞ്ഞാണ്. അപ്പൊ അവിടെ കയറി പീഡിപ്പിച്ച ശേഷം അത് കേസായി ഇപ്പൊ ഇന്നലെ കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 55 കോടിയോ മറ്റോ കോമ്പൻസേഷൻ ഈ സ്ത്രീക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട്, ഈ ജേർണലിസ്റ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞുള്ള കോമ്പൻസേഷൻ കൊടുക്കാനായിട്ടുള്ള വിധിയും വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കഷ്ടകാലമാണ്, ട്രംപിനെ എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതിനിടയിലാണ് ഈ ഇറാനിലെ നമ്മൾ ഈ പറയുന്ന ഒരു പുതിയ ഇറാൻ പിറക്കുകയാണ്. പുതിയ സംശയമില്ല അത്തരം കാര്യത്തില്. ഇനി അദ്ദേഹത്തിന്റെ മകൻ ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അതാണ് ഞാൻ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ലോകത്തെ ആകെ നേതാക്കളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കബറടക്കമൊക്കെ നടക്കുമ്പോൾ ഇറാൻ സ്വയം പ്രഖ്യാപിക്കുകയാണോ, ഞങ്ങൾ മാറുകയാണ്, ഇനി ഞങ്ങളെ തൊട്ട് കളിച്ചാൽ എന്ന രീതിയിലാണോ സാർ? അതുകൂടെ ഒന്ന് പറയണം സാർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ എണ്ണയുടെ സമ്പത്തിന് ലോകത്ത് എത്ര കാലം ഉണ്ടാവും? തീർച്ചയായിട്ടും നിൽക്കും. എന്തായാലും ഒരു നൂറ്റാണ്ട്, ഒരു 10-25 വർഷത്തേക്ക് എണ്ണ ഒരു വലിയ ഘടകം തന്നെയാണ്. ഓയിൽ ആൻഡ് ഗ്യാസും അതേപോലെ തന്നെയാണ്. ഇത് രണ്ടും അവരുടെ കയ്യിൽ നിൽക്കുകയാണ്. 25 വർഷത്തേക്ക് ലോകക്രമം നിശ്ചയിക്കത്തക്ക രീതിയിലുള്ള എണ്ണയും ഗ്യാസിന്റെയും ശേഖരം ഇറാന്റെയിലുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മിനിമമാണ് 25 വർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പിന്നെ ലോകത്ത് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ സൂചന. അമേരിക്കയ്ക്ക് എന്തെല്ലാം സൈനിക ശേഷിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ ഇറാനെ പോലെ ഒരു രാജ്യത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവരെ അവർ വിചാരിച്ച് വളരെ എളുപ്പം സാധിക്കുമെന്നാണ് വിചാരിച്ചത്. എന്താ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്? പിന്നെ അതിനേക്കാട്ടും വലിയ ഭീകരമായൊരു ആയുധമാണ് അവരുടെ ഇരിക്കുന്ന ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിലേക്ക് വേണമല്ലോ. നമ്മളിപ്പോ GCC രാഷ്ട്രങ്ങൾക്കാണെങ്കിലും അതേപോലെ തന്നെ എല്ലാ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഉള്ള എണ്ണയും മറ്റ് പ്രകൃതിവാതകവും പുറത്തേക്ക് കടത്തണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വേണം. അതും ഇറാന്റെ കൺട്രോളിലാണ്. അതായത് ഗ്യാസ് ശേഖരത്തിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ശേഖരവും അവരുടെ കയ്യിൽ നിൽക്കുകയാണ്. കയ്യിൽ നിൽക്കുന്നിടത്തോളം സ്ഥിതിക്ക് അവർക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഹോർമുസ് കടലെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ബോംബെന്നോ ആറ്റം ബോംബെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു മാർഗം, ആ മാർഗമണം വെച്ച് തന്നെയാണല്ലോ അവർ കളിക്കുന്നത്. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യാതെ പോയ ഒരു സംവിധാനം എന്ന് പറയുന്നത് തന്നെയാണ് ഹോർമുസ് കടലിലെ അവരുടെ അതിശക്തമായ സാന്നിധ്യം ഇറാന്റെ നിലനിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്?
ഒരു കപ്പലും കടന്നു വരുന്നില്ല അല്ലേ? ഒരു അതെ. കപ്പലും കടന്നു വരുന്നില്ല. ഇപ്പൊ നമ്മുടേത് പോലും, നമ്മുടെ കപ്പലുകൾ പോലും നമുക്ക് ആ ഒമാന്റെ തീരത്തൂടെ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. ആ അവസ്ഥയിലാണ് സാർ അപ്പോ കാര്യങ്ങൾ പോകുന്നത്. സാർ അപ്പോ ഇപ്പൊ ഈ കുറഞ്ഞിരുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. വീണ്ടും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോവോ? യുദ്ധം പക്ഷെ ഇങ്ങനെ എനിക്ക് നിർത്താതെ. തോന്നുന്നില്ല ഈ പ്രദേശേ. അതെ, ഈ ആ. ഇദ്ദേഹത്തിന് ഒരു 2 തരം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ഈ ട്രംപ്. ഈ ഉം. ക്രൂഡ് വില കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു പിന്നെ 68, 67 70 ഡോളറിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നു. കഴിഞ്ഞ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഒത്തുതീർപ്പെന്നൊക്കെ ഉടമ്പടി. പറഞ്ഞു ക്രൂഡിന്റെ വില താഴ്ന്നു വരുന്ന സമയത്താണ് ഇദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു കളഞ്ഞത്. ഉം. ആ സമയത്താ കയറി യുദ്ധം പ്രഖ്യാപിച്ചത്. അതെ. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഇപ്പൊ ക്രൂഡ് കയറി 75, 76, 77. അതായത് ക്രൂഡ് വില എപ്പോ താഴുന്നോ ആ സമയത്ത് യുദ്ധം കളിക്കുക, അങ്ങനെ ഒരു പരിപാടി പുള്ളിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഭാഗം കൂടെ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഖമേനിയുടെ അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശാന്തമാകേണ്ടതാണ്. ശാന്തമാകുന്ന പ്രത്യക്ഷത്തിൽ അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഇറാൻകാരന്റെ വൈരാഗ്യ ബുദ്ധി അതെന്ന കാലത്തെ ഉണ്ടാവും. പക്ഷേ ട്രംപിന്റെ ഇത്തരം ചില കളി, അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് തിങ്കളാഴ്ച, ഞായറാഴ്ച ദിവസം രാത്രിയിൽ അവിടെയൊക്കെ ഈ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇത് വലിയ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു വലിയ കോടീശ്വരനാണ്, ശതകോടീശ്വരനാണല്ലോ. അപ്പൊ ഇത് രണ്ടുമാരി എക്കോണമിയെ നിയന്ത്രിക്കുന്നത്. പക്ഷെ വലിയ വ്യത്യാസമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് 100-ലേക്കൊന്നും പിന്നെ ക്രൂഡിന്റെ വില ഉയരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ ക്രമാതീതമായിട്ട് താഴുകയാണെങ്കിൽ ഉടൻ തന്നെ ട്രംപ് ഇത്തരത്തിലുള്ള ചില നമ്പറുകളൊക്കെ ഇറക്കും. അപ്പോ സാർ നമുക്ക് ഈ യുദ്ധം സംസാരത്തിന്റെ എന്നൊക്കെ പറഞ്ഞു. അവസാനത്തേക്ക് നമുക്കൊന്ന് പോകണം. അപ്പൊ നമുക്ക് ഇതിൽ ചോദിക്കാനുള്ളത്, യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്ക. ആ യുദ്ധം ഇപ്പോൾ അവസാനിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു. ഇസ്രയേലിനോടുള്ള ഭയങ്കരമായ സ്നേഹം. സർ, ഇറാൻ ഇപ്പോൾ ഇത്രയും ശക്തി പ്രാപിച്ച് നിൽക്കുന്നു. ഇതിനി എങ്ങനെ കാലങ്ങൾ ഇങ്ങനെ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമോ? എങ്ങനെയാണ് സാർ, ഇതിൽ എന്താണ് സാറിന് തോന്നുന്നത്? നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ ഇനിയും തുടർന്ന് ഇരിക്കേണ്ടി വരും. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ് സാറിന് തോന്നുന്നത്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. മാറുന്ന ഇറാനും അമേരിക്ക തുടങ്ങി വെച്ചു, അമേരിക്ക ഇനി എന്ത് ചെയ്യും? മാറുന്ന ഇറാൻ മാത്രമല്ല GCC രാഷ്ട്രങ്ങളും മാറും. ഇനി അവർക്ക് അമേരിക്കയുടെ സഹായം, അവർ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ഈ അമേരിക്കൻ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും, നിങ്ങളുടെ സൈനിക താവളങ്ങളും ഈ മറ്റേ സേനകള്, നിങ്ങളുടെ കവചവും ഒന്നും അവരുടെ ഞങ്ങൾക്ക് സേനാ സംഘം അത് എല്ലാം എടുത്തോണ്ട് പൊക്കോളാൻ പറയുമല്ലേ ഇനി? എല്ലാം എടുത്തോണ്ട് പൊക്കോളാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അമേരിക്ക അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരെ അടിക്കാൻ കിട്ടത്തില്ല. കിട്ടാതെ ഇപ്പൊ എന്ത് ചെയ്യും? അയലത്ത് നിൽക്കുന്നവനെ അടിക്കുക, അല്ലാതെ അമേരിക്കയുടെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ അവരെ അടിക്കുക. അതാണല്ലോ ഇപ്പൊ ഈ GCC രാഷ്ട്രങ്ങൾ അടികൊള്ളുന്നതിന്റെ കാര്യം അത് തന്നെയാണ്, അല്ലേ? എമിറേറ്റ്സ്, പിന്നെ ദുബായ്, പിന്നെ എമിറേറ്റ്സ് ഒക്കെ അടികൊള്ളുന്നതിന്റെ കാര്യം അതുകൊണ്ടൊക്കെയാണല്ലോ. അതെ. അല്ലാതെ ഇപ്പൊ അബുദാബിക്കും സൗദി അറേബ്യക്കും എന്താ പ്രശ്നം? ഈ അമേരിക്കൻ സംരക്ഷണം ഉള്ളത്. അതായത് അമേരിക്കയെ ട്രംപിനെ നേരിട്ട് അടിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഇവരെ അടിക്കുക, ഇവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അടികൊള്ളുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ക്രമമൊക്കെ മാറും. പുതിയ ഇറാൻ വരുമ്പോഴത്തേക്ക് ഈ ലോകക്രമത്തിൽ മാറ്റം വരും. ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെ കാലാവധി അത് വലിയ താമസമില്ല. ഒരു നവംബർ ഒക്കെ കഴിയുമ്പോൾ നമുക്കറിയാം ലോകക്രമത്തിൽ എങ്ങനെയാണ് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇറാൻ മാറിയിരിക്കുന്നു. ഇടക്കാല തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ അവിടെ അമേരിക്കയിൽ, അടുത്ത ഒരു ഹിതപരിശോധന പോലെ? പറയൂ സാർ, അപ്പൊ ബാക്കിയുടെ സാറ് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. അപ്പൊ ആ സമയത്ത് ട്രംപിന്റെ ജനപ്രീതി എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ തന്നെ വളരെ താഴ്ന്നയാണെന്ന് പറഞ്ഞത്. അതിനിടയിലാണ് ഈ മാതിരിയുള്ള കേസുകളും വഴക്കുകളും ഭീഷണി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞില്ലേ ഇസ്രായേലിന്റെ ഭീഷണി അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് ട്രംപിന് കുറച്ച് മനമാറ്റം വരുമായിരിക്കാം. പക്ഷേ ഏകപക്ഷീയമായിട്ട് പിന്മാറാനും ഒക്കത്തില്ല. ഞാൻ വലിയ രാജാവാണെന്നും പറഞ്ഞ് പോയി നിന്നിട്ട് ഇപ്പൊ ഏകപക്ഷീയമായിട്ട് പിന്മാറി പാത്തിരിക്കാനും മാളത്തിൽ ഒളിക്കാനും പറ്റത്തില്ലല്ലോ. അതാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്തായാലും ഒരു ശാന്തമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ താമസമില്ലാതെ തന്നെ ഒരു ഈ ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ എണ്ണ വാങ്ങിക്കുന്നതും എണ്ണ വിൽക്കുന്നതുമായ രാജ്യങ്ങൾക്ക് ഒരു ശാന്തതയുടെ അന്തരീക്ഷം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. നന്ദി. താങ്ക് യു സാർ.